ഒരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രമേശൻ നായരൻ അവിടെ നിന്നും വന്നുപോയതിനു ശേഷം ഗ്രേസ്യാമ്മക്കും മാമച്ചനുമൊക്കെ ആകെ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. ഇനി കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ അവർക്ക് നല്ല പേടിയുണ്ട്. രേവതിക്കുട്ടിയെ ഒരു തവണ കാണിച്ചു കൊടുത്താൽ മതി എന്നാണ് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാമച്ചായ, നമ്മൾ ഇനി എന്ത് ചെയ്യും? അയാളുടെ അവസാനത്തെ ആഗ്രഹം പോലെ ആയിരുന്നില്ലേ അത് എന്ന് ഗ്രേസ്യാമ്മ ചോദിച്ചപ്പോൾ മാമച്ചന് പക്ഷേ ഒട്ടും തന്നെ ഉറപ്പില്ലായിരുന്നു. രേവതിക്കുട്ടി അയാളുടെ മോൾ തന്നെയാണോ എന്ന കാര്യത്തിൽ മാമച്ചായൻ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ഗ്രേസ്യാമ്മ പറയുന്നുണ്ട്, ഇതിപ്പോ അയാളുടെ മോളാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം മോളാണെന്നുള്ള ആ ഒരു ചിന്തയിൽ അയാൾക്ക് അവളെ ഒന്ന് കാണുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമായിരിക്കില്ലേ മാമച്ചായ? മരിക്കാൻ പോകുന്ന ഒരാൾക്ക് അതൊരു വലിയ സമാധാനമായിരിക്കും. നമ്മൾ എന്തിനാ വെറുതെ ആ കുട്ടിയെ എങ്ങനെ പിടിച്ചു വെക്കുന്നത്? ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വീണ്ടും ചോദിക്കാണ് ഗ്രേസ്യാമ്മ. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നീട് എന്തെങ്കിലും അവകാശം പറഞ്ഞ് അയാൾ വരുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. അത് കേട്ടപ്പോൾ ഗ്രേസ്യാമ്മ തറപ്പിച്ചു പറഞ്ഞു, ഇല്ല മാമച്ചായ, അങ്ങനെ എന്തെങ്കിലും ഒരു അവകാശം പറഞ്ഞു വന്നാൽ പോലും ഞാൻ അവളെ വിട്ടുകൊടുക്കത്തില്ല. ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് അവൾ വന്നത് എങ്കിലും ഇപ്പോൾ അവൾ എൻ്റെ മകൾ തന്നെയാണ്. അവളെ ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ആ സമയത്താണ് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ രേവതിക്കുട്ടി കോളേജിലേക്ക് പോവാൻ വേണ്ടി റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ രേവതിക്കുട്ടി, നീ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ഗ്രേസ്യാമ്മ ചോദിച്ചപ്പോൾ സമയം വൈകി ആന്റി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ മാമച്ചായൻ സമ്മതിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും ആഹാരം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അന്നേരം ഇപ്പൊ കഴിക്കാൻ നിന്ന ക്ലാസ്സിൽ കയറ്റില്ല ആന്റി എന്നൊക്കെ പറഞ്ഞ് അവൾ പോവാൻ നോക്കിയെങ്കിലും മാമച്ചായനും ഗ്രേസ്യാമ്മയും വിട്ടില്ല. അവസാനം അവിടെ തന്നെ നിന്ന് കുറച്ച് ഭക്ഷണം വാരി വലിച്ചു കഴിച്ച് അവൾ ഇറങ്ങാനോടി. നാളെ മുതൽ ഈ പണി നടക്കില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാതെ കോളേജിൽ പോകേണ്ട ഒരു കാര്യവുമില്ലെന്ന് ഗ്രേസ്യാമ്മ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല ആന്റി എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്നിട്ട് മാമച്ചായൻ പറയാണ്, കണ്ടില്ലേ ഗ്രേസ്യാമ്മേ, ഇവൾ നമ്മളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? അത് ശരിയാണ് മാമച്ചായ, ഇവളാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആകെ ഒരു തുടിപ്പ്. അവൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷത്തെക്കുറിച്ച് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് ഗ്രേസ്യാമ്മ വികാരധീരരായിക്കൊണ്ട് പറയാണ്. അവർക്ക് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ അത്രമാത്രം പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. അതേസമയം ഗംഗാധരനും രാജീവനും ശിവശങ്കരനുമൊക്കെ ചേർന്ന് മറ്റൊരു പ്രധാന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ബബിതയെയും രോഹിത്തിനെയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വിളിച്ചു വരുത്തി. അങ്കിൾ, എന്താ കാര്യമെന്ന് അവർ ചോദിച്ചപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ രോഹിത്തിനങ്ങ് ദേഷ്യം വന്നു. അതെങ്ങനെ ശരിയാവും അങ്കിൾ? അങ്കിൾ തന്നെയല്ലേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവിടെ അലീനയുണ്ടല്ലോ, അവൾ ഞങ്ങളുടെ ശത്രുവല്ലേ? അവൾ അവിടെ നിന്നും അടിച്ചു പുറത്താക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോയാൽ മതിയെന്നല്ലേ അങ്കിൾ അന്ന് പറഞ്ഞിരുന്നത് എന്ന് അവൻ ചോദിച്ചു. അന്നേരം രാജീവൻ ഇടപെട്ടു. അന്ന് സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് ശിവൻ അങ്ങനെ പറയേണ്ടി വന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയേ മതിയാവൂ എന്ന് രോഹിത്തിനോടും ബബിതയോടും പറയാണ്. എന്നാൽ അവർക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഗംഗാധരൻ പറഞ്ഞു, പറയുന്നത് അങ്ങോട്ടേക്ക് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ അച്ഛനും സഹോദരിമാരൊക്കെ അവിടെയുണ്ടല്ലോ എന്ന് പറയും. എന്ത് സഹോദരിമാരോ എന്ന് ബബിത പുച്ഛത്തോടെ ചോദിച്ചു. കൃഷ്ണമോളൊക്കെ, പക്ഷേ അലീനയോ എന്ന് ചോദിച്ചപ്പോൾ ഗംഗാധരൻ ശബ്ദം ഉയർത്തി പറഞ്ഞു, അവളെ അലീന എന്ന് വിളിക്കരുത്, അലീന ചേച്ചി എന്ന് വിളിക്കണം. അവൾ നിന്റെ ചേച്ചിയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ രോഹിത് പരിഹസിച്ചു. ഓ, അപ്പോ നിങ്ങൾ എല്ലാവരും അവളെ അംഗീകരിച്ചു കഴിഞ്ഞുവല്ലേ? പക്ഷേ ഞങ്ങൾക്കതൊരിക്കലും പറ്റില്ല. ബബിതയും കൂടി പറഞ്ഞു, എനിക്ക് അവളെ ചേച്ചിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അവൾ കാരണം നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവൾ നിങ്ങളെ ചീത്ത പറയാറുണ്ടോ അതോ എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്നുണ്ടോ? അതില്ലെന്ന് രോഹിത് സമ്മതിച്ചു. എങ്കിൽ പിന്നെ അവളെ അകറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? ബാലചന്ദ്രന്റെ മകളല്ലേ അവൾ, നിങ്ങളുടെ കൂടെ പിറപ്പല്ലേ? ഇനി അവളോട് മല്ലടിക്കാനാണ് ഭാവമെങ്കിൽ അത് നല്ലതിനാവില്ല എന്ന് ഗംഗാധരൻ മുന്നറിയിപ്പ് നൽകി. ശിവശങ്കരൻ പറഞ്ഞു, ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കമലയുടെ സ്വഭാവം അറിയാലോ. പകുതി നേരം കഴിയുമ്പോഴേക്കും അവളുടെ സ്വഭാവം അങ്ങ് മാറും. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അങ്കിൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ബബിത ചോദിച്ചപ്പോൾ ശിവശങ്കരന് ഉത്തരം മുട്ടി. രാജീവൻ പറഞ്ഞു, അപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് ശരിയല്ലെന്ന് ഞങ്ങൾക്കും തോന്നുന്നു. എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് രോഹിത്തിന് മനസ്സിലായി. ഇന്നലെ വരെ അവളെ പുറത്താക്കാൻ നടന്ന നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് മാറിയതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അത് ഞങ്ങൾക്കും കൂടി അറിഞ്ഞേ മതിയാവൂ എന്ന് അവൻ വാശി പിടിച്ചു. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഇനി ഒന്നും അറിയാനില്ല. അവൾ ബാലചന്ദ്രന്റെ മകളാണ്. ആ സത്യം എല്ലാവരും ഉൾക്കൊണ്ടേ മതിയാവൂ. പക്ഷേ ബബിത പറഞ്ഞു, എൻ്റെ അമ്മ ഒരിക്കലും അവളെ അംഗീകരിക്കില്ല. അമ്മക്ക് അവളെ ഇഷ്ടമേ അല്ല. രാജീവൻ പറയുന്നുണ്ട്, അതൊക്കെ അംഗീകരിച്ചോളും. വൈജയന്തി വരാൻ പോകുന്നത് കടപ്പാട്ടൂര് വീട്ടിലേക്കാണ്. അങ്ങോട്ടേക്കാണ് അവളെ കെട്ടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അമ്മ അവിടെ അലീന ഉണ്ടെങ്കിൽ വരില്ല എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ രോഹിത്?
വൈജയന്തി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവളെ ആര് നോക്കാനാണ്? കമല നോക്കുമോ അതോ നിങ്ങൾ ആരെങ്കിലും കോളേജിൽ പോകാതെ നോക്കി നിൽക്കുമോ? തനിക്ക് കഴിയില്ലെന്ന് ബബിത വെട്ടിത്തുറന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ അലീന നോക്കിക്കോളുമെന്ന് ഗംഗാധരൻ പറഞ്ഞപ്പോൾ അലീന നോക്കുന്നത് അമ്മക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ബബിത തർക്കിച്ചു. അതൊക്കെ താനെ അങ്ങ് ഇഷ്ടപ്പെട്ടോളും, അല്ലെങ്കിൽ ബാലചന്ദ്രൻ തന്നെ ആരെങ്കിലും ഏർപ്പാടാക്കിക്കോളുമെന്ന് ഗംഗാധരൻ പറഞ്ഞു. ഇവിടെ അമ്മയെ നോക്കാൻ പോലും ആർക്കും പറ്റാത്തതുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. 10 ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കമലയുടെ സ്വഭാവം അറിയാലോ. പിന്നെ ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാതാവുമെന്ന് അവർ കുട്ടികളെ താക്കീത് ചെയ്തു. പക്ഷേ ബബിതക്കും രോഹിത്തിനും അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബബിത കടുത്ത ദേഷ്യത്തിൽ തന്റെ മുറിയിലേക്ക് പോയി. പിന്നാലെ രോഹിത്തും. നമ്മൾ പറഞ്ഞ അവരുടെ തലയിൽ കയറുമെന്ന് തോന്നുന്നില്ല. അനുഭവം ഉണ്ടായാലേ അവർ പഠിക്കൂ എന്ന് ശിവശങ്കരൻ പറഞ്ഞു. അലീന അവിടെ ഉള്ളിടത്തോളം കാലം അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത് നാണക്കേടാണെന്ന് അവർ കരുതും. പക്ഷേ സ്വന്തം വീട്ടിലെ സുഖ സൗകര്യങ്ങൾ വേറെ എവിടെ കിട്ടാനാണ്? വാശി കാണിച്ചാൽ ഇവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ബാലചന്ദ്രനോ അലീനക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് രാജീവൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജയന്തിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം പോരാടിയത്. പക്ഷേ ശരിക്കും നീതി കിട്ടേണ്ടിയിരുന്നത് അലീനക്കും ബാലചന്ദ്രനുമായിരുന്നു. സ്വന്തം അമ്മയാണെന്നറിഞ്ഞിട്ട് പോലും ആ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ കഴിയേണ്ടി വന്ന അലീനയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. തന്റെ ഭാര്യ വിവാഹത്തിനു മുൻപ് ഗർഭിണിയായിരുന്നു എന്ന സത്യം ഇത്ര കാലം അറിയാതെ പോയ ബാലചന്ദ്രന്റെ അവസ്ഥയും കഷ്ടം തന്നെയാണ്. നമുക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. തങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന കുറ്റബോധം ആ 3 പേരുടെയും ഉള്ളിൽ വന്നു തുടങ്ങിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നു. അവർ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് പോയത്. സൗദാമിനെ മുത്തശ്ശിയെ കണ്ടിട്ട് അവൻ വിശേഷങ്ങൾ തിരക്കി. എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോൾ, എന്ത് പറയാനാടാ മോനെ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അലീന ഉണ്ടായിരുന്നപ്പോൾ എന്നെ കൈപിടിച്ച് നടക്കാൻ അവൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുണ്ടോ? മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. ആഹാരം പോലും തരാൻ ഇവിടെയുള്ളവർക്ക് മടിയാണ്. ഇനി ഞാൻ അതും കൂടെ ചോദിച്ചാൽ കമല ചിലപ്പോ എന്റെ തല അങ്ങ് വെട്ടിപ്പൊളിക്കും. അലീന നന്നായിട്ട് എന്നെ നോക്കുമായിരുന്നു അല്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി അവൾ എന്നെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അവൾ ഇപ്പൊ പണ്ടത്തെ പോലെ വെറും ഒരു ജോലിക്കാരിയല്ലല്ലോ. അവൾ ബാലചന്ദ്രന്റെ മകളല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. അന്നേരം മനു പറയുന്നുണ്ട്, അവിടെയാണ് മുത്തശ്ശിക്ക് തെറ്റുപറ്റിയത്. അലീനയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ അവളെപ്പറ്റി പറയുന്നത്. അവൾ ഇന്നും ആ മുറിയിൽ തന്നെ ആ ഒരു പായം വിരിച്ചിട്ടാണ് കിടക്കുന്നത്. മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോഴും ആ ഒരു കട്ടിലൊഴിച്ചിട്ട് കാത്തിരിക്കുന്നത്. അവളോട് ചോദിച്ചപ്പോൾ മുത്തശ്ശി എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അവൾ പറഞ്ഞത്. ഇത്രയും കാലം അവളെ വെറും ഒരു വേലക്കാരിയായി കണ്ടതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. സാരമില്ല മുത്തശ്ശി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് മുത്തശ്ശി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനു മുത്തശ്ശിയെ ആശ്വസിപ്പിച്ചു. താൻ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കിയതിലൊക്കെ മുത്തശ്ശിക്കും ഇപ്പോൾ നല്ല വിഷമമുണ്ട്. പിന്നീട് മനു നേരെ ശിവശങ്കറിന്റെയും ഗംഗാധരന്റെയും അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രൻ ആരാണെന്നും അലീന ആരാണെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് മനു ചോദിച്ചു. പ്രശ്നങ്ങൾക്ക് പോകരുത് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. ഇപ്പോൾ അനുഭവം വന്നപ്പോൾ പഠിച്ചില്ലേ എന്ന് അവൻ കടുപ്പിച്ച് തന്നെ ചോദിക്കാണ്. എടാ മനു, ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് ശിവശങ്കരൻ ന്യായീകരിക്കാൻ നോക്കിയപ്പോൾ മനു വിട്ടുകൊടുത്തില്ല. എന്തറിയില്ലായിരുന്നു എന്നായി പറയുന്നത്? പാവം പിടിച്ച ആ പെണ്ണിനോട് നിങ്ങൾ ചെയ്ത ക്രൂരതകളൊക്കെ മറന്നോ? ബബിതക്കോ രോഹിത്തിനൊക്കെയാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് സഹിക്കുമോ? അലീനയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ പൊരുതി നടന്നു. ഒടുവിൽ എന്ത് കിട്ടിയെന്ന് അവൻ ചോദിച്ചു. തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് രാജീവൻ സമ്മതിച്ചു. വൈജയന്തി ഹോസ്പിറ്റൽ വിട്ടുവരുമ്പോൾ അലീന അവിടെ ഉണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് അവർ പറഞ്ഞു. മനു പറയുന്നുണ്ട്, ആന്റിയുടെ ഇഷ്ടത്തിന് കൂട്ടുനിന്ന ആന്റിയുടെ ജീവിതം തന്നെയാണ് തകരുക. ഇനി നിങ്ങൾ ആരും അവരെ സപ്പോർട്ട് ചെയ്യരുത്. സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ജോലിക്കാരിയെ പോലെ ആ വീട്ടിലേക്ക് നിന്ന് അലീനയെ സമ്മതിക്കണം. അവളെ എവിടെയെങ്കിലും മാറ്റി നിർത്തി നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ പോരെ എന്ന് ഗംഗാധരൻ ചോദിച്ചപ്പോൾ മനു അങ്ങ് ചിരിക്കാണ്. അങ്കിൾ വിചാരിക്കുന്നത് പോലെ അവൾ പോകുമെന്ന് തോന്നുന്നുണ്ടോ? അലീനയെ ബാലചന്ദ്രൻ അങ്കിൾ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അനാഥാലയത്തിൽ ആരുമില്ലാതെ കഴിഞ്ഞ ആ കുട്ടിയുടെ ജീവിതം തകർത്തത് ഈ കുടുംബമാണ്. അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ആര് സമാധാനം പറയും? മനുവിന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടുപോയതും അനുഭവിച്ചതുമൊക്കെ ഓർക്കുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം ശിക്ഷ തരും എന്നവൻ പറഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് രാജീവൻ ആവർത്തിച്ചപ്പോൾ മനു പറയുന്നുണ്ട്, തെറ്റു പറ്റിയെങ്കിൽ അത് തിരുത്താൻ നോക്കണം. ഇനിയും അവളെ ഇങ്ങനെ വേലക്കാരിയായി കാണാൻ നിന്നാ നിങ്ങൾക്കത് ദോഷമേ ചെയ്യൂ. അവൾ ആന്റിയുടെ മോളാണെങ്കിൽ ആ രീതിയിൽ അവൾ നല്ല രീതിയിൽ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞ് മനു അവിടെ നിന്നും പോവാണ്. ഗംഗാധരനും ശിവശങ്കരനും മനു പറഞ്ഞത് ശരിയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ വൈജയന്തി ഇത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നതായിരുന്നു അവരുടെ എല്ലാവരുടെയും പേടി.
വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ആ ഒരു ദിവസം എല്ലാവർക്കും വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു. കാറ് മുറ്റത്ത് വന്നു നിന്നതും ഗംഗാധരൻ രാജീവനൊക്കെ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ച് അകത്തേക്ക് കയറ്റി. ഉമ്മറത്ത് തന്നെ എല്ലാവരും നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ വൈജയന്തിയുടെ കണ്ണ് ആദ്യം മുടക്കിയത് അവിടെ ഒരു മൂലയിൽ നിന്ന് മാറി നിന്ന അലീനയുടെ നേരെയാണ്. അവളുടെ മുഖം കണ്ടതും വൈജയന്തിയുടെ സ്വഭാവം അങ്ങ് മാറി. ഇവളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ ഇവളെ ഇവിടെ നിന്ന് മാറ്റണമെന്ന്. എനിക്കിവളെ കാണുന്നത് പോലും കലിപ്പാണ് എന്ന് വൈജയന്തി ഒച്ചയെടുക്കാൻ തുടങ്ങി പറഞ്ഞു. ബാലചന്ദ്രൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വൈജയന്തി, നീ ഒന്ന് അടങ്ങി നിൽക്ക്. നിനക്ക് വയ്യാത്തതല്ലേ, നീ ഒന്ന് ശാന്തമായിട്ടിരിക്ക്. എന്ത് ശാന്തമാവാനാ ബാലേട്ടാ? എന്റെ സമാധാനം കളയാൻ ഇവൾ ഇങ്ങനെ ഇവിടെ നിന്നാ മതിയല്ലോ. വൈജയന്തി ദേഷ്യപ്പെട്ടു. ആ സമയത്ത് തന്നെ മനു മുന്നോട്ട് വന്ന് പറഞ്ഞു, ആന്റിക്കറിയാത്ത കുറേ അധികം സത്യങ്ങളുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റി ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. മനു, നീ അധികം സംസാരിക്കണ്ട. നിനക്കും ഇപ്പോൾ ഇവളോടാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞ് വൈജയന്തി പരിഹസിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പഴയ ഫോട്ടോയും ആ ഒരു DNA ടെസ്റ്റ് റിസൾട്ടും അങ്ങനെ വൈജയന്തിന്റെ മുന്നിലേക്ക് നീട്ടുന്നത്. ഇതൊന്ന് തുറന്നു നോക്കു വൈജയെ, നീ വെറുക്കുന്ന ഈ കുട്ടി ആരാണെന്ന് ഇതിലുണ്ട്. ബാലചന്ദ്രൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. വൈജയന്തി ആ ഒരു റിപ്പോർട്ടിലേക്ക് നോക്കിയതോടുകൂടെ തന്നെ അവളുടെ കണ്ണുകളും കൈകളൊക്കെ വിറക്കാൻ തുടങ്ങി. താൻ പ്രസവിച്ച് ഉപേക്ഷിച്ച തൻ്റെ ചോര തന്നെയാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു 10-22 വർഷങ്ങൾക്ക് മുൻപ് താൻ പ്രസവിച്ച തൻ്റെ ചോര തന്നെയാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന സത്യം വൈജയന്തി മനസ്സിലാക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകി. അലീനയെ നോക്കാൻ പോലും അവൾക്ക് കെൽപ്പില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കുട്ടിയോട് ചെയ്തിരിക്കുന്നത്? സ്വന്തം മകളെ വേലക്കാരിയാക്കി നിർത്തിയിരിക്കുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പൊട്ടിക്കരഞ്ഞു. അലീന ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മാഡം കരയണ്ട, എനിക്ക് ആരോടും ഒരു പരിഭവമില്ല. എന്തായാലും എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന കരയാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടു നിന്ന് ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തങ്ങൾ ഇത്രയും കാലം കാണിച്ച വാശിയും പകയും ഒക്കെ എത്ര വലിയ തെറ്റായിരുന്നു എന്ന് അവർക്കപ്പോൾ ശരിക്കും അങ്ങ് ബോധ്യപ്പെട്ടു. ബബിതയും രോഹിത്തും ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. മുത്തശ്ശി ആ മുറിയിൽ നിന്നും പിച്ചവെച്ച് ഉമ്മറത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് വൈജയന്തിയെ നോക്കി പറഞ്ഞു, കണ്ടോ മോളെ, നീ ആരെയാണോ ആട്ടിപ്പായിക്കാൻ നോക്കിയത്, അവൾ തന്നെയാണ് നിനക്ക് കൂട്ടായി വന്നിരിക്കുന്നത്. ഇനി ഈ വീട്ടിൽ പിണക്കങ്ങളല്ല, എല്ലാവരും ഒന്നായിട്ട് സന്തോഷത്തോടു കൂടെ കഴിയണം. വൈജയന്തി അലീനയുടെ കൈകൾ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അലീനയുടെ മുഖത്ത് അന്നേ വരെ കാണാത്ത ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ അനാഥയാണെന്ന് കരുതി അവൾ ഒടുവിൽ തൻ്റെ സ്വന്തം കുടുംബത്തെയും അമ്മയെയും ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. വൈജയന്തി എല്ലാവരോടും മാപ്പ് ചോദിച്ചു, പ്രത്യേകിച്ച് അലീനയോട്. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ അലീനയെ ചേർത്ത് പിടിച്ചു. ആ വീട് വീണ്ടും പഴയ സന്തോഷത്തിലേക്ക് തന്നെ തിരികെ മടങ്ങുകയായിരുന്നു. ശത്രുക്കളൊക്കെ മാറി സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം കൂടി അവിടെ തുടങ്ങുകയാണ്. ബാലചന്ദ്രനും മനുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവരുടെ പോരാട്ടം ഒടുവിൽ വിജയത്തിലെത്തിയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പോകുന്നത് ഇവരെല്ലാവരും എങ്ങനെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.